ഇന്നത്തെ എപ്പിസോഡിൽ സുനന്ദ നിധിയെ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ സുനന്ദ ഒരുപാട് വിഷമങ്ങൾ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം സുനന്ദ ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ട അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല, ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് സുഭാഷേട്ട അറിഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതൊക്കെ നിധി സംസാരിക്കുന്നത്, സുനന്ദയോട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് സുനന്ദയുടെ അമ്മ വന്നിട്ട് നിധിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എൻ്റെ മോളുടെ കല്യാണം എല്ലാം ഉറപ്പിച്ച് വെച്ചേക്കണം, അതിൻ്റെ ഇടയ്ക്ക് നീ വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കി അവളുടെ മനസ്സ് മാറ്റാനാണോ, അതിനാണോ നീ അമ്പലത്തിലേക്ക് വരുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുടുംബക്കാരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ നിധി നല്ല രീതിയിൽ തിരിച്ചും ചൂടാവുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള നല്ല മനുഷ്യരാണ്, നിങ്ങളെപ്പോലുള്ള ഇത്രയും നീചമായ സ്വഭാവമുള്ളവരല്ല, ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, വെറും 3 മാസം ആയപ്പോഴേ നിൻ്റെ കുടുംബമായോ? അപ്പം നിധി തിരിച്ചും പറയുന്നുണ്ട്, അതെൻ്റെ കുടുംബം തന്നെയാണ്, എന്തായാലും നിങ്ങളെക്കാട്ടി നല്ല ആൾക്കാരാണ് അവിടെ ഉള്ളത്, അതെനിക്കറിയാം, ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീനിൽ സുഭാഷിന് ഒരു പെണ്ണിനെ കാണാനായിട്ട് പോകാനായിട്ട് നിധിയും അനിയന്മാരും എല്ലാം കൂടെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പം അത് സുഭാഷ് ചേട്ടന് പെണ്ണിനെ കാണാൻ പോകുന്ന കാര്യം സുഭാഷിൻ്റെ കൂടെ പറയുകയാണ് നിധി. അപ്പോൾ അനിയന്മാരും കൂടെ ഉണ്ട്. അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചത് ഒരു കോഫി ഷോപ്പിൽ പെണ്ണ് വന്ന് കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ കോഫി ഷോപ്പിലേക്ക് പോവും. നിധിയും സുഭാഷ്, സുധീഷ്, നികേഷ്, ഇത്ര പേരാണ്, ഹരീഷ് ഇല്ല, ഇത്ര പേരും കൂടാണ് കോഫി ഷോപ്പിൽ പോകുന്നത്. അപ്പം കോഫി ഷോപ്പിൽ അത്രയൊരു വലിയൊരു കോഫി ഷോപ്പിൽ റെസ്റ്റോറൻറ്റിലൊക്കെ സുഭാഷ് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ചായയുടെ വിലയൊക്കെ കണ്ടിട്ട് സുഭാഷ് അങ്ങനെ ഞെട്ടിധരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ആ പെൺകുട്ടി വരുന്നത്. അപ്പോൾ പെൺകുട്ടിയുടെ കൂടെ ഒരാളുണ്ട്, അത് പെൺകുട്ടിയുടെ ബെസ്റ്റിയാണ്. അപ്പം സുഭാഷിന് ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പം പെൺകുട്ടി വന്നിട്ട് തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങളും കൂടെയുള്ള ബെസ്റ്റിയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഇരുന്ന് സുധീഷും നികേഷും നിധിയും കാണുന്നുണ്ട്. അപ്പം അവർക്ക് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത്, ഇത് ആരാ, ബ്രദർ ആയിരിക്കുമോ? അപ്പോൾ സുധീഷും നികേഷും പറയുന്നുണ്ട്, ബ്രദറാണെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് ബ്രദറിൻ്റെ ഒരു ലുക്കൊന്നുമില്ല. അങ്ങനെ നിധി ഇവരുടെ പെണ്ണിൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ 2 അനുജത്തിമാരാണ് അവർക്കുള്ളത്. അപ്പോൾ എന്തായാലും അത് ബ്രദറല്ല എന്ന് ഉറപ്പായി. അപ്പോൾ പക്ഷേ അത് ബെസ്റ്റിയാണ് എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. പക്ഷേ അത് സുഭാഷ് തിരികെ പോകുമ്പോൾ അത് ബെസ്റ്റിയാണ് എന്ന് പറയുന്നുണ്ട്.